എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മന്ത്രം ഭയങ്കരമായിട്ട് ക്ഷിപ്രഫലമുള്ള മന്ത്രമാണ്. അത് കാര്യസാധ്യത്തിനാണ് നമ്മൾ അത് ജപിക്കാറുള്ളത്. ഷൽപ്പണയക്ഷി എന്നാണ് ആ മന്ത്രത്തിൻ്റെ പേര്. ദേവത ഷൽപ്പണയക്ഷി ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാനിവിടെ പറയാം. ഓം ഗുളേശ്വര ഋഷി, ഗായത്രി ആണ് ഛന്ദ, ഷൽപ്പണ യക്ഷിയാണ് ദേവത. ഓം നമോ ഭഗവതി ഷൽപ്പണയക്ഷി ഏഹേഹി ഷൽപ്പണമാഗച്ഛതു സ്വാഹ. ഓം നമോ ഭഗവതി ഷൽപ്പണയക്ഷി ഏഹേഹി ഷൽപ്പണമാഗച്ഛതു സ്വാഹ. ഓം നമോ ഭഗവതി ഷൽപ്പണയക്ഷി ഏഹേഹി ഷൽപ്പണമാഗച്ഛതു സ്വാഹ. ഇത് ഗുരുമുഖത്തുനിന്ന് തന്നെ ഉപദേശം വാങ്ങി പ്രത്യക്ഷര ലക്ഷമൊക്കെ ജപിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലക്ഷം ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലപ്രാപ്തി വളരെ കൂടുതലാണ്. നമുക്ക് ഏത് കാര്യവും നമുക്ക് സാധിക്കാമെന്നാണ് ആചാര്യന്മാരും ഗുരുക്കളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്ക് പരിഹാരക്രിയകളോ അല്ലെങ്കിൽ പൂജാതി കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നമുക്ക് ഇന്ന് നമ്മുടെ ദോഷങ്ങളൊന്നും മാറ്റാൻ പറ്റുന്ന ഒരവസരമല്ല ഇപ്പോഴത്തെ ഈ കാലഘട്ടം. അപ്പം നമ്മൾ സ്വയം നമുക്ക് നമ്മുടെ ഋഷിമുനീശ്വരന്മാർ നമുക്ക് മന്ത്രങ്ങൾ തന്നിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ സ്വയം ശുദ്ധവൃത്തിയോടെ, ഞാൻ വീണ്ടും വീണ്ടും ഓരോരുത്തരോടും എനിക്കുള്ള ഒരു അഭ്യർത്ഥന ഇതാണ്, നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പം തീർച്ചയായിട്ടും അതിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ശുദ്ധവൃത്തി, ശരീരവും മനസ്സും എല്ലാം ശുദ്ധിയായിരിക്കണം. നല്ല മനസ്സോടെ വേണം ജപിക്കാൻ. അല്ലാതെ നമ്മുടെ വെറും കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ മന്ത്രം ജപിക്കരുത്. അതോടൊപ്പം തന്നെ ആ ദേവതയെ നമ്മൾ അത്രയും സ്മരിച്ച് ഭക്തി പുരസരം നമ്മൾ ജപിച്ചാൽ തീർച്ചയായിട്ടും മന്ത്രങ്ങൾ ജപിക്കുന്നതിന് നമുക്ക് ഫലം ഉണ്ടാകും എന്ന് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം.